ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവം എന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവരുടെ ലിസ്റ്റുണ്ട്, എല്ലാ പോലീസ് സ്റ്റേഷനിൽ ലിസ്റ്റുണ്ട്. ഹിസ്റ്ററി ഷീറ്റേഴ്സ്, ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ, കാപ്പ കേസ് പ്രതികൾ, ഇവരെല്ലാം പോലീസ് കർശനമായി അവരുടെ നിരീക്ഷണത്തിലാണ്. കേരള പോലീസിന് ആശ്വാസമായി ആയങ്കി അകത്തായി. ഏതാണ്ട് ഓഗസ്റ്റ് 5 മുതൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൂടെ പിടിക്കാമെങ്കിൽ പിടിക്കെന്നും അതുപോലെ ശബ്ദരേഖയും മറ്റുമൊക്കെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്ന ആയങ്കിയാണ് ഇപ്പോൾ പോലീസിൽ അകത്തായിരിക്കുന്നത്. കാപ്പ ചുമത്തും എന്നാണ് പറയപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണെങ്കിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള DGP വിജയൻ സാർ പറഞ്ഞത് ദേ ഇങ്ങനെയാണ്. പോലീസിനെ കുറെ വെല്ലുവിളിച്ചെന്നുള്ളത് അയാളുടെ ഒരു തോന്നലാണ്. പോലീസ് ആയെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് വളർന്നെന്ന് അയാൾക്കൊരു തോന്നലുണ്ടെന്ന് കരുതിയത് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. അതിന്റെ കൺക്ലൂഷൻ ഇന്ന് പുലർച്ചയ്ക്ക് നടത്തുന്നേ ഉള്ളൂ. അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമല്ല ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റിന് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഈ അകത്ത് കിടക്കുന്ന ആയങ്കിയേക്കാൾ മോശമല്ലാത്ത ക്രിമിനലുകൾ പുറത്തിപ്പോഴും ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പോലീസ് സ്റ്റേഷനിലിരുന്ന് കൂളായി പത്രം വായിക്കുന്ന അർജുൻ ആയങ്കി എന്ന് പറഞ്ഞിട്ട് മീഡിയ വണ്ണിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. അതിൽ കയ്യിലിരിക്കുന്ന പത്രം ജന്മഭൂമിയാണ്. യഥാർത്ഥത്തിൽ ആ വാർത്തയുടെ ലൈവ് ഞാൻ കാണുമ്പോൾ അർജുൻ വായിക്കുന്നത് മനോരമ പത്രമാണ്. പക്ഷേ ആ പത്രത്തിന് പകരം സ്ക്രീൻഷോട്ടിലേക്ക് ജന്മഭൂമി കയറ്റി വെച്ചു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പോൾ ഇതിൽ 2-3 മാനങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജന്മഭൂമി വരുത്തുന്നു എന്ന് വരുത്താം. അർജുൻ ആയെങ്കിൽ സംഘിയാണെന്ന് വരുത്താം. ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചാണ് ഈ കഥകളും വാർത്തകളും ഒക്കെ മെനയുന്നത്. എത്ര നീചമാണെന്ന് നോക്കിയേ. നേർക്ക് നേരെ കാര്യങ്ങൾ പറയുന്ന അവനേക്കാൾ എത്രയോ നീചമാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പോളിഷ്ഡ് ക്രിമിനലുകൾ. ഒരു സമൂഹം സത്യമറിയണമെങ്കിൽ ഇതിനെയെല്ലാം അതിജീവിക്കേണ്ടി വരുന്നു എന്നതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ആയെങ്കിൽ അകത്തായത് ഈ പറയുന്നത് പോലെ ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ അത് അനിവാര്യമായിരുന്നില്ലെങ്കിൽ, അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അത് ജനങ്ങളിലുണ്ടാക്കുന്ന ഒരു ചിന്താപരമായ വ്യതിയാനം വളരെ വലുതായിരുന്നു. കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും അഭിനന്ദനങ്ങൾ.